يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. മനസ്സിലാകുന്നില്ലല്ലോ എന്നവന്റെ ബേജാറ് തന്നെ അല്ലാഹുവുമായുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു വഴിയാണെന്ന് പറയുമ്പോൾ അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾ ആളുകളിലേക്ക് സന്ദേശങ്ങളൊക്കെ കൈമാറി നമ്മുടെ ദർസ് വളരെ വിപുലമാക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, മുദരിസുമാരായ ആളുകൾ ആ ദർസ് നടക്കുമ്പോൾ എല്ലാ യൂണിറ്റിലും ദർസ് നടത്താൻ ചുമതലയുള്ള 5 അംഗ കർമ്മസമിതി നിലവിൽ വരണമെന്ന് ഉദ്ദേശിച്ച ഇടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും. അവരിലൂടെ അറ്റൻഡൻസ് കൃത്യമായി എടുക്കുന്ന രൂപത്തിലേക്കും അതേപോലെ രജിസ്റ്റർ ചെയ്യാത്ത ആളെ രജിസ്റ്റർ ചെയ്യിക്കുകയും പ്രത്യേകിച്ച് അതുപോലെ തന്നെ വനിതകൾക്കും കൂടി ഈ ദർസ് ലഭ്യമാകുന്ന വിധത്തിലേക്ക് സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം ചിലപ്പോൾ ഒരുമിച്ച് 2 ഭാഗങ്ങളായി മാറക്കപ്പുറം സൗകര്യങ്ങളെടുത്ത് ഒരുമിച്ചെടുക്കാം. ഇല്ലെങ്കിൽ വേറെ വേറെ തന്നെ ഉപ്പള റോഡിലെ അട്ടമൂടി എന്ന യൂണിറ്റിൽ 4 രീതിയിൽ ദർസ് എടുക്കുന്നുണ്ട്. വനിതാ സ്ഥാപനത്തിൽ തന്നെ 2. ഇതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. നമ്മൾ ദർസ് നടത്തല്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെ ഒരുമിച്ച് കൂടൽ എന്ന് നിങ്ങൾ ചോദിക്കാറ്. ഒരുമിച്ച് കൂടുന്നതിന് വലിയ വാർത്തക്ക് കൊണ്ടുവരുന്നത് തീർച്ചയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ നേരിട്ട് കാര്യങ്ങൾ അനുഭവങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴൊക്കെ ഒരുപാട് നമ്മുടെ ക്ലാസ്സുകൾക്ക് ദർസുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാ ഡിസിയുടെ തീരുമാനമനുസരിച്ച് എല്ലാ സോണിലും മുതൽ സംഗമം നടക്കണം എന്നതാണ്. അപ്പോൾ ഇവിടെ 45 യൂണിറ്റുകളാണ് കാസർഗോഡ് സോണിലുള്ളത്. CSന്റെ അതിൽ 36 സെൻ്ററുകൾ ദർസ് നടക്കുന്നുണ്ട് എന്നതാണ് ലഭിച്ച വിവരം. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ 36 ഉസ്താദുമാർ ഉണ്ടാകണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടാകും എല്ലാവരുടെ കയ്യിലത് ഇൻഷാഅല്ലാഹ്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ളൊരു ഭാഗ്യം ആർക്കും ഇങ്ങനെ ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാണ്. കാരണം ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ദർസ് അൽ വജീദ് എന്ന കിതാബ് ഈ ഉമ്മത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു എന്നത് നേരിട്ട് ഉസ്താദ് ദർസ് നടത്തുന്നതിന് പകരം ആ ദർസ് ആ ക്ലാസ് നമ്മൾ എടുത്തു കൊടുക്കാൻ അത് ഒരു വസീലയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് നേരത്തെ ഇവിടെ ഉദ്ഘാടനത്തിൽ ആരിസിനോട് സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ പല വ്യാജന്മാർ പല തരീഖത്ത് എന്ന് പറഞ്ഞ് അല്ലാത്ത ആത്മീയത പറഞ്ഞ് ഇൽഹാമു എന്ന് പറഞ്ഞ് മശായിഖിൻ്റെ നിർദ്ദേശം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലതിൻ്റെ പിന്നിലും ആളുകളെ വലയിലിട്ട് കൊണ്ടുപോകുന്ന സമയത്ത്
യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് എന്താണ്, മനുഷ്യൻ മനുഷ്യനായി തീരാൻ എന്തൊക്കെ ഔസാഫുകൾ ആവശ്യമാണ് എന്നത് കൃത്യമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കിതാബാണ് അൽ-വജീസ്. നിങ്ങളത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാനുള്ള നല്ല അധ്യായങ്ങളാണ് അതിൽ ചേർത്തിരിക്കുന്നത്. കണ്ടാൽ ഒരു യഹിയ എന്ന് തോന്നിപ്പോകും. യഹിയ ഉലൂമുദ്ദീന് 40 കിതാബാണ്. എങ്കിലും നമ്മുടെ നേതൃത്വം ഉദ്ദേശിച്ചതാണ് പറയുന്നത്, ശൈലിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അത്രയും കർക്കശമായി പറയാനുണ്ടായ കാരണം ഇത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ശിഷ്യന്മാരായി ആളുകളെ വളർത്തുക എന്നതാണ്. സുൽത്താനുൽ ഉലമയുടെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പെട്ടതുപോലെ അവിടുത്തെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു തുല്യതയില്ലാത്ത ഒരു പണ്ഡിതൻ, അവരെ കൽബിൽ ഉദിച്ച വലിയൊരു റഹ്മത്താണ്. എല്ലാ ആളുകൾക്കും അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു അവസരമുണ്ടാകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഈ ദർസ് തുടങ്ങാൻ ആരംഭിക്കാനുള്ളതായ കാരണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദർസായി ചൊല്ലിക്കൊടുക്കണം. എങ്ങനെയത് ഇപ്പോൾ ഉള്ളു വിഷമം കൊണ്ട് കയറി നിറം മാറിയിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് അനങ്ങിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിനോടുള്ള ആ മഹത്വം കണക്കിലെടുത്ത്, അദബ് കണക്കിലെടുത്ത് ആ ഒരു ശൈലിയാണ് പഴയകാലത്ത് ദർസിൻ്റെ ശൈലി. അപ്പോൾ നമ്മുടെ പഠിതാക്കൾ മുന്നിൽ വന്നിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഒരുമിച്ച് കൂടി ആ ദർസ് മദീന സുഫ ദർസാണല്ലോ, ആ സുഫ ഓർമ്മിക്കുന്ന രൂപത്തിൽ നമ്മൾ ദർസാണ്. അതിന് പഴയകാലത്തെ മഹാന്മാർ സ്വീകരിച്ച പല വഴികളുണ്ട്. നല്ല വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് അത്തറൊക്കെ പുരട്ടി നല്ല ഒരു ഹൈഹത്തോടുകൂടെ വന്നിരുന്ന് ദർസങ്ങ് ചൊല്ലി തുടങ്ങിയാൽ അത് തീരുന്നതിൻ്റെ ഇടയിൽ ആ നൂറ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്ത് ഏറ്റുവാങ്ങിയ ആ നൂറ്, അത് നമുക്കെല്ലാം അറിയാം. സഹാബിയുടെ താരീഖ് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഒരു ഒന്നും അറിയാത്ത വലിയതായ ഒരാൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ ഇരുന്നാൽ, ഒരു സാഅത്തിരുന്നാൽ സഹാബി എന്ന് പറഞ്ഞാൽ എല്ലാ ഔലിയാക്കളെയും മഖ്താബിൻ്റെ ഒക്കെ തൽപ്പത്തിരിക്കുന്ന ആളാണ് സഹാബത്ത്. കാരണം ചെറിയൊരു സമയം കൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ മുന്നിൽ ഇരുന്ന കാരണം കൊണ്ട് ലഭിച്ച സ്ഥാനമാണ്. അപ്പോൾ ആ വലിയ നൂറ് അവരെ കൽബിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. അവരിൽ നിന്ന് സ്വഹാബത്തിൽ നിന്ന് ശിഷ്യന്മാർക്ക് ആ പകർന്നു കൊടുത്ത നൂറ് അങ്ങനെ ഉസ്താദുമാരിലൂടെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയിലേക്ക് എത്തിയ ആ ഒരു നൂറ്, അത് നമ്മൾ ഏറ്റുവാങ്ങി സാധാരണക്കാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു നൂറ് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ നൂറിൻ്റെ കമാല്, പൂർണ്ണത ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് 5 ലക്ഷം എന്നാണ് ആദ്യം കണക്കാക്കിയതെങ്കിലും ഇപ്പോഴത്തെ കണക്കുകൂട്ടലനുസരിച്ച് 5-ഒന്നും ഒതുങ്ങൂല. ഇപ്പം തന്നെ പണ്ഡിത സമ്മേളനം 3 ദിവസം നടക്കുന്ന പണ്ഡിത സമ്മേളനത്തിലേക്ക് 15 മുതൽ 30-ൻ്റെ ഇടയിലായി, ജൂൺ 15 മുതൽ 30-ൻ്റെ ഇടയിലായി രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം വന്നപ്പോൾ സുബ്ഹാനല്ലാഹ് 30 ആകുന്നതിന് മുമ്പ് തന്നെ ആ സൈറ്റ് ക്ലോസ് ആക്കേണ്ടി വന്നു. കാരണം ആളുകൾക്ക് കയറി, ഉലമാക്കൾ കയറി, ഇനിയിപ്പോൾ താങ്ങാൻ കഴിയില്ല. ഞാനിപ്പോൾ തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി വളരെ അത്യാവശ്യമായ ജില്ലാ ഭാരവാഹികൾ അല്ലെങ്കിൽ ജില്ലാ മുഷാവറ അംഗങ്ങൾ, മേഖല ഭാരവാഹികൾ
വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമാണ് എന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച് മേൽപോട്ടേക്ക് അയച്ചാൽ പരിഗണിക്കാമെന്നാണ് മഹത്തുക്കളുടെ വാക്ക്. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പഠിതാക്കളെ ആ കോലത്തിൽ 100 ലഭിച്ച ആളുകളാക്കി മാറ്റണം. അതാണ് സുഫദസിൻ്റെ പ്രതിനിധികളായ ഈ ഇരിക്കുന്ന വലിയ വലിയ തലയെടുപ്പുള്ള ആലിമീങ്ങൾ ചെയ്യേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. താൽവരനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാലത്തൊന്നും ഇതുപോലുള്ളൊരു പണ്ഡിതൻ വന്നിട്ടുമില്ല, ഇനി വരികയുമില്ല എന്നാണ് ബഹുമാനപ്പെട്ട ആലമ്പാടി ഉസ്താദിനെ പോലെയുള്ള വലിയ വലിയ സൂഫിയാക്കളാകുന്ന ഈ ലോകം മനസ്സിലാക്കിയ ഔലിയാക്കളെ മനസ്സിലാക്കാൻ പറ്റുന്ന കൽപ്പുള്ള ആ പക്വതയുള്ള മഹത്തുക്കളൊക്കെ സുൽത്താനുകളെ പറ്റി പറയുന്നത് അങ്ങനെയാണ്. എൻ്റെ ഓർമ്മയിൽ വരുന്നത് 90-91 കാലങ്ങളിൽ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി തങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടത്തിൽ മർക്കസിൽ നിഗ്രഹങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹിബത്തുല്ലാഹിൽ ബുഖാരി റളിയല്ലാഹു അൻഹു തരീഖത്തിൻ്റെ ഷെയ്ഖാണ്. 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ മാത്രം ഇൽമുള്ള വലിയ ഇൽമിൻ്റെ ഉടമയാണ് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ. എല്ലാവർക്കും അറിയാം. അതിൽ ഒരാൾക്കും തർക്കമില്ല. എല്ലാ കക്ഷികൾക്കും ഹസ്മടക്കം സമ്മതിച്ചതാണ് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ. അതുപോലെ തന്നെ വടകര മുഹമ്മദ് അലി തങ്ങൾ പറയേണ്ടതില്ലല്ലോ അവരുടെ അവസ്ഥ. അവരെ മേടിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ബഹറുലുലൂം സൈനുദ്ദീൻ ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുന ഓക്കെ ഉസ്താദ് പറഞ്ഞത് ഞാൻ എൻ്റെ ചെവിട് കൊണ്ട് കേട്ടതാണ്. വടകര അവർ ബാത്തിനിയായിരുന്ന ആളാണ്. അതുപോലെ കൈപ്പമംഗലം കെരിമാടി വലിയ മഹാനായിരുന്നു. കുണ്ടൂർ ഉസ്താദ് ആരോടും പറയേണ്ടതില്ല. അതുപോലെ മുട്ടിച്ചോൽ അഹമ്മദ് ആലി തങ്ങൾ. ഇങ്ങനെയുള്ള അന്ന് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ മൈരിഫത്തിൻ്റെ ഉടമകളാകുന്ന ഇൽമിൻ്റെ ഉറവിടങ്ങളാകുന്ന ആലിമീങ്ങളും ഔലിയാക്കളും എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കയറി വന്നു. ആ കൂട്ടത്തിൽ അതിൻ്റെ ഡോറിൻ്റെ സൈഡിൽ ഈ എളിയവനായി ഞാൻ അന്ന് ഏപ്പിനുള്ള ഉയർത്തട്ടെ. അപ്പോൾ എല്ലാ മഹാന്മാരും അവിടുന്ന് ആമീൻ എന്ന് പറയാം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ അതിന് തിരിച്ചാണ് എല്ലാ വസ്തുക്കളും അത് കമാലിലേക്ക് എത്തിയാൽ നുക്സാനിയത്തുണ്ടാവും. ഈ കുല്ലി ഷൈഇൻ ഇദാ മാ തമ്മ നുക്സാനു എന്നാണല്ലോ. ഒരു വസ്തു കമാലിലേക്ക് എത്തിയാൽ നുക്സാനിയത്തുണ്ടാവും, പിന്നെ ചുരുങ്ങി വരും. അങ്ങനെ നുക്സാനിയത്തില്ലാതെ ഉയർത്തട്ടെ അടുത്തതുമാണ്. അപ്പോഴും എല്ലാവരും ആകട്ടെ. ഈ കോലത്തിലാണ് മഹത്തുക്കളായ ആരിഫീങ്ങളും ഔലിയാക്കളും ഒക്കെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ കണ്ടത്. മാലിക്കി തങ്ങളും ഇങ്ങനെയുള്ള വലിയ വലിയ ഇൽമിൻ്റെയും മൈരിഫത്തിൻ്റെയും ബഹറുകളാകുന്ന ആ കാലഘട്ടത്തിലുള്ള എല്ലാ മഹാന്മാരും വഫാത്തിനോടടുത്ത സമയത്ത് അവർ സാറിൻ്റെ അടുത്ത് വന്ന് അവരിലുള്ള മുഴുവൻ ഇജാസത്തുകളും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ ഏൽപ്പിച്ചു പോയി. അതെല്ലാവർക്കും അറിയാം. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് എൻ്റെ ഈ ചെറിയ അനുഭവത്തിൽ തന്നെ ഒരുപാട് പറയാനുണ്ട്. ആ കോലത്തിൽ അല്ലാഹു തആല ഒരു മഹാനെ ഉയർത്തി നമ്മുടെ മുന്നിൽ നമുക്ക് ഇന്ന് അത് അനുഭവിക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു ചെയ്ത് എന്നതിന് എത്ര ശുക്ർ ചെയ്താലും മതിയാകാത്ത ഒരു അവസ്ഥയിലാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് ആ തണൽ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അവിടുത്തെ ആ വലിയ ഇജാദത്തോടു കൂടെയുള്ള അവിടുന്ന് രചിച്ച അവിടുന്ന് ഉലമാക്കൾക്ക് സാധാരണക്കാർക്ക് ഈ ഉമ്മത്തുകൾക്ക് അവരെ സ്വഭാവം മാറാൻ ആവശ്യമായ ഇൽമുകൾ അവർ തിരഞ്ഞെടുത്ത് 30 അധ്യായങ്ങളും ഒരു ഖാത്തിമയും ഉണ്ടാക്കി അത് സാധാരണക്കാർക്ക് എത്തിക്കാൻ ആലിമീങ്ങളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് അതിന് ഇജാദത്ത് നൽകി. അൽഹംദുലില്ലാഹ്.
لنا السكوف عن الذنوب توب لغفار العيوب شهر كريم جرى نداه ليمحو الهم في القلوب هل الضياء على المدينة والنور غطى بها ثم أول المؤمنين وبرسول الأمين ثم أول المؤمنين وبرسول الأمين سيدي ഒളിവായി തരവായി അൽ-അമീൻ തിങ്കളിലെന്നും സയ്യിദി ഒളിവായി തരവായി അൽ-അമീൻ യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി أول المؤمنين وبرسول